വാർത്തയിലേക്ക് KCL രണ്ടാം സീസണ് ഇന്ന് തുടക്കമാകുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലാണ് 6 ടീമുകളുടെയും നായകന്മാർ. സ്വന്തം ടീമിന്റെ കരുത്തും ആത്മവിശ്വാസവും പങ്കുവയ്ക്കുകയാണ് ടീം ക്യാപ്റ്റന്മാർ. KCL സീസൺ 2 ഇന്ന് തുടക്കമാവുകയാണ്. കരുത്തുറ്റ മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. സെപ്റ്റംബർ 7 വരെ കേരളത്തിന് ഇനി സംസാരം ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം. നമുക്കൊപ്പം 6 ടീമുകളുടെയും ക്യാപ്റ്റന്മാർ നമുക്കൊപ്പം ചേരുകയാണ്. ഇവരെ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ഒരു പക്ഷേ ഇനി മത്സരത്തിന് ശേഷമാകും. കാരണം വീറും വാശിയും കൂടാൻ പോവുകയാണ് ഇനിയുള്ള ദിവസം. സച്ചിൻ ബേബി, കൊല്ലം ക്യാപ്റ്റൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കളിയും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ എന്താണ് അവസാന നിമിഷമുള്ള തന്ത്രങ്ങൾ പറയണ്ട കൊല്ലത്തിന്റെ സാധ്യതകൾ? നമ്മള് നല്ല ക്രിക്കറ്റ് കളിക്കണം, അതാ മാത്രമാണ്. കാരണം T20 എന്നുള്ള ഗെയിം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഒരു പ്ലെയറിനെ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഗെയിമാണ്. അപ്പൊ എത്ര നല്ല ടീം ഉണ്ടായ കാര്യമല്ല, പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ബേസിക്സ് കവറപ്പ് ചെയ്തിട്ട് നന്നായി കളിച്ചാൽ മാത്രമാണ് നമുക്കൊരു അൾട്ടിമേറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. സോ അതിനുവേണ്ടി അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അതിനുവേണ്ടി നമ്മൾ ഇനിയുള്ള മാച്ചസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്നത്തെ മത്സരം കോഴിക്കോടുമായി കഴിഞ്ഞ തവണത്തെ ഒരു നേരിയ വ്യത്യാസം. കോഴിക്കോടിന് വല്ലാത്ത വാശിയുണ്ട്. നമുക്ക് വാശിയൊന്നുമില്ല, പക്ഷെ അവര് നല്ലൊരു ബാലൻസ് സ്ക്വാഡ് തന്നെയാണ്. നല്ല ക്രിക്കറ്റ് കളിച്ചിട്ടാണ് അവരും എത്തിയിട്ടുള്ളത്. നല്ല പ്ലേയേഴ്സും ഉണ്ട്, അവരുടെ അഡീഷണൽ സ്ക്വാഡ്സ് ഉണ്ട്. സോ നമ്മുടെ ബെസ്റ്റ് നമ്മൾ കളിക്കാൻ നോക്കും. സാലി, ആദ്യ മത്സരം തിരുവനന്തപുരത്തിനെതിരെയാണ്, അപ്പം നാട്ടുകാർക്കെതിരെയാണ് സാലിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ കൊച്ചി വളരെ സ്ട്രോങ് ലൈനപ്പുള്ള ഒരു ടീമാണ്. നമ്മുടെ ഒരു എക്സ് ഫാക്ടറുകൾ എന്തൊക്കെയാണ്? എക്സ് ഫാക്ടർ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സും എനർജി ആയിട്ടുള്ള ഒരു യങ്സ്റ്റേഴ്സിന്റെ മിക്സപ്പാണ്. പിന്നെ വളരെയധികം ബാലൻസ് സൈഡ് തന്നെയാണ് നമ്മൾ ഓപ്ഷന്റെ നല്ല രീതിക്ക് നല്ല ഡിസിഷനും എല്ലാ ഡിസ്കഷനും എല്ലാം കഴിഞ്ഞ് ഉഗ്രനായിട്ടുള്ള സ്ക്വാഡാണ്, ബാലൻസ് സ്ക്വാഡാണ് എടുത്തിരിക്കുന്നത്. വളരെയധികം കോൺഫിഡന്റ് ആണ് ഇപ്പോൾ ഉള്ള ടീമുമായിട്ട്. സഞ്ജു ഒപ്പമുള്ളത് വല്ലാത്തൊരു പ്രചോദനം ടീമിനുണ്ട്. അതെ, ഒരു ആഡഡ് ബെനിഫിറ്റ് തന്നെയാണ്, ബ്ലെസ്സിംഗ് ആണ്. ഓക്കെ, അസർ, ഓൾറൗണ്ടർമാരുടെ ടീമാണ് ഞങ്ങൾ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ വിറപ്പിക്കാൻ പോകുന്ന എന്താണ് നമ്മുടെ കയ്യിലുള്ള ഒരു വെപ്പൺ? എന്താണ്? ജലത് സക്സേര എന്ന് പറയുന്നതാണ് എക്സ് ഫാക്ടർ. കാരണം പുള്ളി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ടൂർണമെന്റ് കളിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് പുള്ളി തന്നെയാണ്. യുവനിരയും അനുഭവ സമ്പത്തും ഒരുമിച്ച് ചേർന്നതാണ് നമ്മൾ. തീർച്ചയായും യുവനിര എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 1-2 പേര് ടീമിൽ മൊത്തം 18 അംഗ സ്ക്വാഡിൽ 1-2 പേരൊക്കെ ഉള്ളു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള. ബാക്കി എല്ലാവരും കളിക്കുന്ന ആൾക്കാരും കളിച്ച ആൾക്കാരുമാണ്. കൃഷ്ണപ്രസാദ്, ആദ്യ മത്സരം സ്വാഭാവികം കൊച്ചിയുമായി സ്വാഭാവികമായി 2 ടീമും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ടീമാണ്. എന്നാൽ പോലും സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തോൽക്കുക എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജയിക്കാൻ വേണ്ടി കളിക്കും. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു കരുത്തെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഒരു ബാലൻസ് ആയിട്ട് ഒരു സൈഡ് എടുത്തു. നമ്മൾ പിന്നെ കൊച്ചി അങ്ങനെ ഒരു സൈഡായിട്ട് കാണുന്നില്ല. എല്ലാവരും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ടീംസ് ആണ്. അപ്പം എല്ലാ ടീമിനും നമ്മൾ ഒരുപോലെ കാണുന്നു, ഒരുപോലെ പ്രിപ്പയർ ചെയ്ത് എല്ലാ ടീമിനും ഒരുപോലെ നേരിടുന്നു. അല്ലാണ്ട് ഒരു സ്പെഷ്യലായിട്ട് ഒരു ടീമിനെതിരെ കളിക്കുന്നു ആ ഒരു സംഭവമില്ല. നമ്മുടെ ടീമിൽ വിശ്വസിക്കുന്നു, നമ്മളത് തന്നെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, രോഹൻ, ആദ്യ കളി കഴിഞ്ഞ ഫൈനലിന്റെ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടാവുമല്ലോ, അത് മാറ്റണം സ്വാഭാവികമായി. തീർച്ചയായിട്ടും കഴിഞ്ഞ ഫൈനലിൽ നമ്മള് എന്താ പറയാ സച്ചേട്ടന്റെ ആ ഒറ്റ ഇന്നിങ്സിൽ നമ്മള് കംപ്ലീറ്റ് ആയിട്ട് ഇതായി. ബട്ട് അതിൽ നിന്ന് ഒരുപാട് ലേണിംഗ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊക്കെ മാറ്റി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് ലെറ്റ്സ് സീ. എന്താണ് കൊല്ലത്തെ നേരിടുമ്പോൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ ഞങ്ങൾക്കൊരു ശക്തി കൂടുതലുണ്ട് എന്ന് പറയാൻ തക്ക ഒരു ധൈര്യം എന്താണ് ക്യാപ്റ്റന്? ഞാനാണ് ക്യാപ്റ്റൻ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയല്ല, ലൈക്ക് എന്താ പറയാ, എല്ലാരും വെൽ പ്രിപ്പയർഡ് ആണ്. എല്ലാരും ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട്. ബിക്കോസ് ആ ഒരു ലാസ്റ്റ് ഇയറിലെ വാശി തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സിന്റെ ഉള്ളിൽ പുറത്ത് നമ്മൾ കാണിക്കില്ലെങ്കിലും ലൈക്ക് നമ്മൾ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഉള്ളിൽ നമുക്ക് ആ ഒരു വാശി ഉണ്ടാവും. എന്നാലേ ആ ഗെയിം ഒരു വണ്ടർഫുൾ ആവുള്ളൂ. സിജോ മോൻ ജോസഫ്, അടിമുടി മാറിയ ഒരു ടീമുമായാണ് തൃശ്ശൂർ ഇറങ്ങുന്നത്. അപ്പോൾ എതിരാളികൾ എന്തുകൊണ്ട് തൃശ്ശൂരിനെ ഭയക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് കഴിഞ്ഞ 1-2 വർഷമായിട്ട് പെർഫോം ചെയ്യുന്ന എന്നാൽ കേസിൽ കളിക്കാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 3-4 പ്ലേയേഴ്സ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ് ഫാക്ടർ പോലെ ഒരു സർപ്രൈസ് പാക്കേജ് ആയിട്ട്. നമ്മൾ അവരെ മാറി കളിപ്പിക്കും. അവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കതൊരു സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ ബിലീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവരെ കൂടുതൽ അറിയത്തില്ല, ഓപ്പോസിറ്റ് ടീംസിനെ നമ്മൾ അവരെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ആ സാധനത്തിൽ നമ്മൾ എടുത്തിടും നമ്മൾ മെയിൻ മാച്ച്. എതിരാളികളെ ഞെട്ടും. അതെ, ഞെട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് കേരളത്തിന്റെ ക്രിക്കറ്റ് നാട്ടങ്കം. ഇനി കളിയില്ല, കാര്യമാണ്. സെപ്റ്റംബർ 7 വരെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇനി ക്രിക്കറ്റിന്റെ ആരവം മാത്രമായിരിക്കും. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.